അല്ലായിരുന്നു കേട്ടോ. ഭയങ്കര വിഷമായിരുന്നു. അനുമോൾക്ക് മാത്രമേ പി ആർ ഉള്ളായിരുന്നു. അനുമോളുടെ പി ആർ ആയിരുന്നു പ്രശ്നക്കാര്. അനുമോള് മാത്രമേ പി ആർ കൊടുത്തിട്ട് പോയുള്ളൂ. 16 ലക്ഷം കൊടുത്തു, 5 ലക്ഷം കൊടുത്തു, 10 ലക്ഷം കൊടുത്തു, എന്തൊക്കെ പുകിലായിരുന്നു. നെവിൻ നല്ലൊരു കണ്ടന്റ് മേക്കർ ആണ്. പക്ഷെ ബിൻസിയുടെ കൂടെ ചേർന്ന് കഴിയുമ്പോൾ അതെല്ലാം ഔട്ടായതിനെ ഫുള്ള് നെഗറ്റീവായിട്ട് വെളിയിൽ പോത്തുള്ളായിരുന്നു. ഞാൻ അവിടുന്ന് പുറത്താകേണ്ടത് ഈ പറഞ്ഞിരുന്ന ശൈത്യായിരുന്നു എന്നുള്ള അടുത്ത ഒരു കണ്ടന്റിൽ കയറി പിടിച്ചിരിക്കുന്നത്. ബിൻസിയുടെ പല ഇന്റർവ്യൂസും നമ്മൾ കഴിഞ്ഞ ഇടയ്ക്കെല്ലാം കണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ ആ ഇന്റർവ്യൂവിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വേറൊരു ഇന്റർവ്യൂ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും പഴയ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പുതിയ കുറച്ച് വിഷയങ്ങളിലേക്ക് ബിൻസി വന്നിട്ടുണ്ട്. അതിനുമുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായും ഹൈപ്പ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്കൊക്കെ എത്താൻ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണം. ബിൻസിയുടെ പല ഇന്റർവ്യൂസും നമ്മൾ കണ്ടാലും കഴിഞ്ഞിടയ്ക്കെല്ലാം കണ്ടിരുന്നു. ബിൻസി ജൂപ്പിറ്ററും കഴിഞ്ഞ് മേളിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇന്റർവ്യൂവിൽ കുറച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞ കാര്യങ്ങളെല്ലാം, മറ്റുള്ള ഇന്റർവ്യൂകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നൈസായിട്ട് മാറ്റി പറയുന്നതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ എടുത്തത്. അതുപോലെ ഞാൻ വലിയൊരു ഗെയിമർ ആയിരുന്നു, ഞാൻ അവിടെ 50 ദിവസം നിൽക്കേണ്ട ആളായിരുന്നു, അല്ലെങ്കിൽ 100 ദിവസം നിൽക്കേണ്ട ആളായിരുന്നു എന്ന് പറഞ്ഞിരുന്ന ബിൻസിയുടെ വായിൽ നിന്ന് തന്നെ അവരുടെ അമ്മ പറഞ്ഞ ഒരു ഡയലോഗ് അതും വെളിയിൽ വരുന്നുണ്ട്. അപ്പൊ ഏകദേശം ബിൻസിയുടെ ഗെയിമിനെ കുറിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് വീട്ടിലിരിക്കുന്ന അവരുടെ അമ്മയും ഈ പറഞ്ഞ ബിൻസിയോട് പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാവും. എന്നാലും നമുക്ക് ബിൻസി പറഞ്ഞ കാര്യങ്ങളിലേക്ക് കിടക്കാം. എന്നിട്ട് കണ്ട് നമുക്ക് റിയാക്ട് ചെയ്തു പോകാം. ഞാൻ എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലായില്ല. അതിനു മുൻപേ എനിക്ക് എവിക്റ്റ് ആകേണ്ടി വന്നു. അത് ഭയങ്കര വിഷമായിരുന്നു. പിന്നെ എവിക്റ്റ് ആയി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇപ്പൊ കുറെ കാര്യങ്ങളൊക്കെ വീണ്ടും റീ എൻട്രിയുടെ സമയത്താണ് അറിയുന്നത് ബിൻസിക്ക് പകരം എവിക്റ്റ് ആകേണ്ട മറ്റൊരാളായിരുന്നു, പൈസ കൊടുത്തിട്ടാണ് ആള് നിന്നെന്നൊക്കെ പറയുമ്പോ എന്റെ അമ്മോ വീണ്ടും നമ്മൾ തകർന്നു. ഈ മറ്റൊരാളായിരുന്നു എനിക്ക് പകരം ഔട്ട് ആകേണ്ടിയിരുന്നത്, പക്ഷെ എന്നെ അറിഞ്ഞുകൊണ്ട് എവിക്റ്റ് ആക്കിയതാണ് എന്നാണ് പറയുന്നത്. ക്യാഷ് വാങ്ങിച്ചിട്ട് അതിന് എന്താണ് കൃത്യമായി ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇനി പി ആറിന് കാശ് കൊടുത്ത് പി ആർ വോട്ട് മറിച്ചത് കൊണ്ടാണോ ബിൻസി ഔട്ടായതെന്നാണോ ബിൻസി ഉദ്ദേശിക്കുന്നത്? അതോ ഏഷ്യാനെറ്റിലെ അവിടെയുള്ള ക്രൂ മെമ്പേഴ്സ് ആരെങ്കിലും ചതിച്ചതാണോ? അത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ബിൻസി പറയേണ്ടതാണ്. എനിക്ക് തോന്നുന്നു കൂടുതലും ബിൻസി ഉദ്ദേശിച്ചത് പി ആറുകൾ കാശ് വാങ്ങിച്ചിട്ട് വോട്ട് മറിച്ചു എന്നുള്ളതായിരിക്കും. ഇവരുടെ എല്ലാം ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ ബി ആറുകൾ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ആരെ പുറത്താക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നു, ഒരുപാട് ബൾക്ക് വോട്ട് കയ്യിലിരിപ്പോട്ട് അപ്പൊ തന്നെ ചെയ്ത ആളിനെ അങ്ങ് സേവ് ആക്കുന്നു എന്നുള്ള വിചാരമാണെന്ന് തോന്നുന്നു. അപ്പൊ ആരെ കുറിച്ചാണ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് ബിൻസി പറയേണ്ടതാണ്. ഒന്നിൽ ഏഷ്യാനെറ്റിനെ, അല്ലെങ്കിൽ ഈ പറയുന്ന എന്റെ മോൾ ഷൈനെ, അതുമല്ലെങ്കിൽ പി ആറുകൾ. ഇതിനകത്ത് എന്താണ് എനിക്ക് തോന്നുന്നു കൂടുതലും ഞാൻ ഈ പറഞ്ഞതുപോലെ പി ആറിനെ തന്നെ ആയിരിക്കാം ഉദ്ദേശിച്ചത്. പക്ഷെ ഈ പറയുന്നത് പോലെ പി ആർ അങ്ങ് വോട്ട് അങ്ങ് പിടിച്ചു വെച്ച് കൊടുത്ത് ഒരാളെ അവിടെ സേവ് ചെയ്യാൻ പറ്റുമെന്ന് ഇനി എത്ര പി ആറുകൾ പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അത്രമാത്രം വോട്ടൊന്നും ഇവരുടെ കയ്യിലൊന്നും ഇല്ല. നമുക്കെല്ലാവർക്കും കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഇപ്പോഴും ഇവരുടെയൊക്കെ തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ ഈ പി ആറുകളെല്ലാം കുറെ വോട്ടുകൾ സംഭരിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട്. ആ വോട്ടുകൾ ഒരാളെ സേവ് ചെയ്യണമെങ്കിൽ അതും ഇട്ട് കൊടുക്കും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എത്രയോ പേരെ അവിടെ സേവ് ചെയ്യായിരുന്നു. അവിടെ പി ആർ കൊടുത്തിട്ട് പോയ വേറെ പലരും ആദ്യം പുറത്തായി പോയിട്ടുണ്ട്. അവരെല്ലാം ഈസി ആയിട്ട് അവർക്ക് സേവ് ചെയ്യായിരുന്നു. അപ്പം അതിലൊരു കഴമ്പുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വേണമെങ്കിൽ പല പി ആറുകളും ഇനി അടുത്ത സീസണിലേക്ക് വേണ്ടി അവർ വേണമെങ്കിൽ ഒരു മരുന്നൊക്കെ ഇട്ടുവിടും. ഞങ്ങൾക്ക് വോട്ട് ഇത്രയോ, ഞങ്ങളാണ് അവരെ എവിക്ഷനിൽ നിന്ന് രക്ഷിച്ച് അവിടെ നിർത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് അവരവരുടെ ബിസിനസ് ആയിട്ടാണ് ഇപ്പൊ ഇത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി പി ആറുകൾക്കെല്ലാം നല്ല ബിസിനസ് കിട്ടും. എന്ന് വെച്ചാൽ അടുത്ത സീസൺ മുതൽ നല്ലപോലെ ബിസിനസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. മറ്റൊരു കാര്യം, ഞാൻ ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കാം. ഈ സ്ക്രീൻഷോട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. ആ സ്ക്രീൻഷോട്ടിൽ തന്നെ അറിയാൻ പറ്റും ശൈത്യയാണ് ഈ പറഞ്ഞ ബിൻസിയേക്കാൾ കുറച്ച് ശതമാനം മേളിലോട്ട് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇനി ശൈത്യയാണോ ഈ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ ശൈത്യയെ തന്നെയാണ് ഈ ഉദ്ദേശിച്ച് പറയുന്നത്. ശൈത്യ കാശ് കൊടുത്തിരുന്നു എന്ന് സമ്മതിക്കുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിനകത്ത്. നിന്റെ പി ആർ തന്നെയാണ് എന്റെ പി ആർ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് ബഹളം വയ്ക്കുക ചെയ്തു അനുമോളോട്. അതുപോലെ തന്നെ വിനു തന്നെ ആയിരുന്നത് വിനുവും സമ്മതിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി അത് മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ അവിടുന്ന് പുറത്താകേണ്ടത് ഈ പറഞ്ഞിരുന്ന ശൈത്യയായിരുന്നു എന്നുള്ള അടുത്ത ഒരു കണ്ടന്റിൽ കയറി പിടിച്ചിരിക്കുന്നത്. ബിൻസി അവിടെ എന്താണ് കണ്ടന്റ് തന്നത്? ബിൻസി ആദ്യത്തെ 2 ആഴ്ച അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ആ 2 ആഴ്ച എന്ത് കണ്ടന്റ് ആണ് അവിടെ തന്നത്? ശൈത്യ, പിന്നെ എനിക്ക് തോന്നുന്നു ശൈത്യ അനുമോളുടെ കൂടെ ചേർന്നുകൊണ്ട് ഗെയിം കളിക്കുന്ന സമയമായിരുന്നു. അത് അനുമോളുടെ ഒരു കൂട്ടുകെട്ടിലേക്കൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു ഇതിന്റെ മേലെ അനുമോളുടെ കുറച്ച് വോട്ടുകൾ ഈ പറയുന്ന പോലെ ശൈത്യക്ക് പോയി കാണും. എന്ന് വെച്ചാൽ അവിടെ അന്ന് കൂടുതൽ പേരും ശൈത്യയെ വിശ്വസിച്ചിരുന്നു. അനുമോളുടെ കൂടെയാണ് ശൈത്യ നിൽക്കുന്നത് എന്ന്.
അതുകൊണ്ടായിരിക്കാം വോട്ട് കൂടിയത്. ഇപ്പൊ എന്തായാലും ഇതൊരു പുതിയ അലിഗേഷൻസിന് തുടക്കം ഇട്ടിരിക്കുകയാണ് ബിൻസി. മറ്റൊന്നുമല്ല, കാശ് വാങ്ങിച്ചിട്ടാണ് ഈ പറയുന്ന ശൈത്യയെ അവിടെ നിർത്തിയത് എന്ന് തന്നെയാണ് ബിൻസി അവിടെ പറയുന്നത്. അപ്പോൾ ആര് കാശ് വാങ്ങിച്ചു എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. ബിഗ് ബോസ് ഒരുപാട് 500ഓളം പേപ്പറുകളിലൊക്കെ ഒപ്പിട്ട് വാങ്ങിച്ചിട്ടാണ് ഇവരെല്ലാം വീട്ടിനകത്ത് കയറ്റുന്നതെന്ന് പറയുന്നു. ഞാൻ അറിഞ്ഞിടത്തോളം ഒരു 10 മാസത്തേക്കോ ഒരു വർഷത്തേക്കോ എങ്ങാണ്ട് ഇവർക്ക് ബിഗ് ബോസിന്റെ ഒരു നെഗറ്റീവ് പോലും വെളിയിൽ പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇവരെല്ലാവരും ഇറങ്ങിയതിന് ശേഷം മൊത്തം ബിഗ് ബോസിനെ നെഗറ്റീവ് ആക്കുന്ന രീതിയിലാണ് വെളിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ മോൾ ഷൈനെ ഇവരൊക്കെ ഇപ്പൊ ക്വസ്റ്റ്യനിൽ നിർത്തുന്നത് പോലെയാണ് ഇവരെല്ലാവരും ഓരോ ഇന്റർവ്യൂസും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ കുറച്ചൊക്കെ കോൺട്രവേഴ്സി ഉണ്ടാകുന്നത് ബിഗ് ബോസിനും ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ചാൽ അവരുടെ പ്രോഗ്രാം പിന്നെയും ശ്രദ്ധിക്കപ്പെടുകയാണ്. പക്ഷെ അതിനെ ഒരു ചോദ്യചിഹ്നത്തിലൊക്കെ നിൽക്കുന്നത് പോലെ ഒരു ക്വസ്റ്റ്യനിങ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മിക്കവാറും അവരും പ്രതികരിക്കാൻ സാധ്യത കൂടുതലാണ്. ഈ രണ്ടാഴ്ച എന്ന് പറയുമ്പോ ബിൻസി ആ രണ്ടാഴ്ച ഹൗസിൽ നിന്നപ്പം ബിൻസിയുടെ വിലയിരുത്തല് ബിൻസി രണ്ടാഴ്ച ആണോ ശരിക്കും? അയ്യോ അല്ലായിരുന്നു കേട്ടോ, ഭയങ്കര വിഷമായിരുന്നു. പ്രതീക്ഷിച്ചു 70 ഞാൻ പ്രതീക്ഷിച്ചു. ആണല്ലേ? എനിക്ക് 100 ദിവസം തികയ്ക്കണമെന്ന് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം തിരിച്ചു വരുമ്പോ ഞാൻ ലോസ്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് അറിയായിരുന്നു. പക്ഷെ ഒരു 50 ദിവസം ഞാൻ മനസ്സിൽ കൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഈ അൺഫെയർ ആയിരുന്നു എന്ന് പറയുന്നു. ബിൻസി ഇതുവരെ എപ്പിസോഡ് കാണാൻ പറ്റത്തില്ല. എന്താന്ന് വെച്ചാൽ ബിൻസി എപ്പിസോഡിലൊന്നും ഇല്ല. അത് രണ്ടാമത്തെ കാര്യം. അതെന്താന്ന് വെച്ചാൽ ബിൻസി അവിടെ കണ്ടന്റ് കൊടുത്തില്ല. അതുകൊണ്ടാണ് ബിൻസി അവിടെ ഇല്ലായിരുന്നത്. അൺഫെയർ എവിക്ഷൻ എന്ന് പറയുന്നതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഈ വരുന്നവർ ഇറങ്ങിപ്പോകുന്നവരെല്ലാം പറയുന്നത് അൺഫെയർ എവിക്ഷൻ. ഞങ്ങളുടെ എല്ലാം അൺഫെയർ എവിക്ഷൻ ആയിരുന്നു. എപ്പിസോഡുകളാണ് ഇവരൊട്ടും ഇല്ലാതാനും ഒരു കണ്ടന്റും കൊടുത്തിട്ടില്ലാതാനും. പിന്നെ എങ്ങനെ ആൾക്കാർ വോട്ട് ചെയ്യും? ഈ RJ ബിൻസി എന്ന് പറഞ്ഞത് ഒരു RJ ആയിരുന്നു. RJ ആയിട്ട് വീട്ടിനകത്തേക്ക് കയറിപ്പോയി. ആ വീട്ടിനകത്ത് കയറി പോകുമ്പോൾ RJ ബിൻസിക്ക് എത്രമാത്രം ഫാൻ ബേസ് ഉണ്ടെന്ന് നമുക്കറിയാം ആ കയറി പോകുമ്പോൾ. പക്ഷെ അവിടെ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കണ്ടന്റ് കൊടുക്കണ്ടേ? അത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ബിൻസി വെളിയിൽ പോയത്. 2 ആഴ്ച നിന്നിട്ട് ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു കണ്ടന്റ് ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ, ചെറിയ രീതിയിൽ തന്നെ ഒരു ഫാൻ ബേസ് ആ സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്ത ബിൻസി പിന്നെ എങ്ങനെ അത് അൺഫെയർ എന്ന് പറയും? അങ്ങനെയാണെങ്കിൽ കോമണർ ആയിട്ട് പോയ അനീഷ്, ഒരു ഫാൻ ബേസ് പോലും ഇല്ലാതെ അകത്തോട്ട് പോയ ആളാണ് ഈ പറയുന്ന അനീഷ് അവിടെ നിന്നില്ലേ? ഒരു കോമണറായ അനീഷിനെ അവിടെ കയറിയിട്ടല്ലേ എല്ലാവരും മനസ്സിലാക്കുന്നത്. അവിടെ കയറിയതിനു ശേഷമല്ലേ നമ്മളെല്ലാം കാണാൻ തുടങ്ങിയത്. RJ ബിൻസിയുടെ അത്രയും പോലും അറിയപ്പെടാത്ത ആളായിരുന്നു ഈ പറയുന്ന അനീഷ്. അപ്പൊ അനീഷ് അവിടെ നിന്നില്ലേ? എന്തുകൊണ്ടാണ്? അനീഷ് അവിടെ ഗെയിം കളിക്കാൻ പോയത് കൊണ്ടാണ്. എന്നുവെച്ചാൽ അവിടെ ഗെയിം കളിച്ചു, കണ്ടന്റ് കൊടുത്തു, ജനങ്ങൾ ഇഷ്ടപ്പെട്ട കുറച്ചായിട്ട് അങ്ങനെയാണ് അനീഷ് അവിടെ പിടിച്ചിരുന്നത്. അത് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അല്ലാതെ വെളിയിൽ വന്നിട്ട് അൺഫെയർ ആയിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾ പുറത്തായത്. അത് നിങ്ങൾ ഇനിയെങ്കിലും ഒന്നും മനസ്സിലാക്കുക. അല്ലാതെ അൺഫെയർ എന്ന് പറഞ്ഞിട്ട് ഇനി കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അത് അവിടെ നിന്ന് ഇറങ്ങി 24 കണ്ടസ്റ്റൻസും പറഞ്ഞു. 23 കണ്ടസ്റ്റൻസ് ഉണ്ടെങ്കിൽ 23 പേരും പുറത്തായിട്ടുണ്ടെങ്കിൽ അവർ 23 പേരും ഇത് തന്നെയാണ് പറയുന്നത്. അതിന് വലിയ പുതുമയൊന്നുമില്ല. തീർച്ചയായിട്ടും PR-ന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അവിടെ വന്നിട്ടുള്ള ഇപ്പൊ അനുവിന്റെ PR ആണല്ലോ എല്ലാരും ഭയങ്കര എക്സ്പോസ് ചെയ്യുന്നത്. പക്ഷെ എല്ലാവർക്കും PR ഉണ്ടായിരുന്നു. PR ഇല്ലാത്ത ആൾക്കാര്, എനിക്ക് മുൻഷി ചേട്ടന്, സരിക ചേച്ചിക്കൊന്നും PR ഉണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവർക്കും PR ഉണ്ടായിരുന്നു. ഇപ്പൊ പറയുന്നത് PR ഒരു അവിഭാജ്യ ഘടകമായിരുന്നു. അതുപോലെ എനിക്കും മുൻഷി ചേട്ടനും സരിക ചേച്ചിക്കും മാത്രമേ ഉള്ളൂ PR ഇല്ലായിരുന്നു. ബാക്കി എല്ലാവർക്കും PR ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ എല്ലാവരും എന്ന് പറയുമ്പോൾ എല്ലാവരും, നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും. ഇതിന് മുമ്പത്തെ ഇന്റർവ്യൂസിലൊക്കെ അതല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അനുമോൾക്ക് മാത്രമേ PR ഉള്ളായിരുന്നു. അനുമോളുടെ PR ആയിരുന്നു പ്രശ്നക്കാര്. അനുമോള് മാത്രമേ PR കൊടുത്തിട്ട് പോയുള്ളൂ. 16 ലക്ഷം കൊടുത്തു, 5 ലക്ഷം കൊടുത്തു, 10 ലക്ഷം കൊടുത്തു. എന്തൊക്കെ പുകിലായിരുന്നു. എന്തേ ഇതിപ്പോ അങ്ങ് മാറിയത്? ഇപ്പോഴാണോ സത്യം മനസ്സിലാക്കാൻ സമയമെടുത്തത്? ഇത് തന്നെയാണ് മറ്റുള്ളവർ ഇന്റർവ്യൂസിൽ ഇരിക്കുമ്പോൾ പറയുന്നത്, എനിക്ക് PR ഇല്ലായിരുന്നു, ബാക്കിയുള്ളവർക്കെല്ലാം PR ഉണ്ടായിരുന്നു. ഇവരുടെ എല്ലാം മെയിൻ പരിപാടിയാണ് ഇപ്പോൾ. എനിക്കില്ലായിരുന്നു, അല്ലെങ്കിൽ വേറൊരാൾ കൂടി ഇല്ലായിരുന്നു, ബാക്കി എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് പറയുന്നത്. ഇല്ലായിരുന്നിരിക്കാം, ചിലപ്പം ബിൻസിക്ക് ഇല്ലായിരിക്കാം. ഈ പറഞ്ഞതുപോലെ മുൻഷിക്ക് എന്തായാലും കാണത്തില്ല, അതെനിക്ക് 100% ഉറപ്പാണ്. സരികയ്ക്കും PR ഇല്ലായിരുന്നു, അതും സമ്മതിക്കുന്നു. ബിൻസിക്കും PR ഇല്ലായിരുന്നു, അതും സമ്മതിക്കുന്നു. അത് ഞാൻ സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷെ PR ഇല്ല എന്ന് പറഞ്ഞാലും നമ്മൾ അവിടെ എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊടുത്ത ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് ജനങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യും. അത് തന്നെ വലിയൊരു PR ആണ്. മനസ്സിലായില്ലേ? ഈ പറയുന്ന നിങ്ങൾ 3 പേരും അവിടെ ഒന്നും ചെയ്തിട്ടില്ല. മുൻഷി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതുപോലെ തന്നെ സരിക എന്താണ് ചെയ്തത്? സരികയാണെങ്കിൽ ഓടി നടന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുമല്ലായിരുന്നോ? ഇവിടെ പറയുന്നത് അവിടെ പറയും, അവിടെ പറയുന്നത് ഇവിടെ പറയും, ഇവിടുന്ന് അപ്പുറത്ത് പോയി പറയും, എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സ്വഭാവമായിരുന്നു സരികയുടേത്. പിന്നെ ജനങ്ങൾ എങ്ങനെ വോട്ട് ചെയ്യും സരികയ്ക്ക്? അതുപോലെ തന്നെ ബിൻസി ആ വീട്ടിൽ ഉണ്ടായിരുന്നോ എന്ന് പോലും മഷിയിട്ട് നോക്കിയിട്ട് പോലും കാണത്തില്ലായിരുന്നു. അതാണ് എവിക്ഷനിൽ ഔട്ടായപ്പോഴത്തേക്ക് അത്രയും അപ്പാനിയുമായിട്ട് അത്രയും ഒരു അടുപ്പം കാണിച്ചപ്പോൾ എല്ലാവർക്കും സംശയം തോന്നാൻ കാര്യം അതാണ്. എന്ന് വെച്ചാൽ ബിൻസിയെ ഒരു വിധത്തിലും ആൾക്കാർ ലൈവിലിരുന്ന് പോലും നോക്കിയിട്ട് കാണുന്നില്ല.
പിന്നെ എങ്ങനെ ഇത്രയും ബോണ്ടിങ് ഉണ്ടായെന്ന് ആൾക്കാർ ചിന്തിച്ചതിൽ എന്താണ് തെറ്റ്? അപ്പം അങ്ങനെ ഒന്ന് പ്രപ്പോസ് ചെയ്തു. അപ്പൊ ഇപ്പൊ ഞങ്ങൾ റീ എൻട്രി കയറിയപ്പോ നവീൻ പറയായിരുന്നു, നീ അന്ന് യെസ് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് നാൾ ഇവിടെ നിൽക്കായിരുന്നു. സോ ആൾക്കാർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. പല രീതിയിൽ ആ വീട്ടിൽ നിൽക്കാം, ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആൾക്കാരാ. യെസ് നമുക്ക്. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, റിയൽ ആയിട്ട് അവിടെ നിന്ന് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കുറച്ചെങ്കിലും ആദ്യത്തെ ഒരു നമുക്ക് എങ്ങനെ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി എടുക്കാം എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. ഞങ്ങൾക്കൊക്കെ പറ്റിയതാണ്, ഞങ്ങൾ അനീഷിനെ വളർത്തി. ഞങ്ങള് ഹോണസ്റ്റ് ആയിട്ട് പറയാണ്, അനീഷ് നമ്മുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പം ഏറ്റവും ഫസ്റ്റ് ഞങ്ങൾ ആ വീട്ടിലേക്ക് കയറുന്ന സമയത്തെ അനീഷ് ഗെയിം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൽ പറയുന്നത് നെവിൻ ഒരു ലവ് ട്രാക്ക് പിടിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാണ്. ആദ്യം ഈ ബിൻസിയുമായിട്ട് ഒരു ലവ് ട്രാക്ക് പിടിക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ ബിൻസി അതിന് പിടികൊടുത്തില്ല എന്നാണ് പറയുന്നത്. അതിനുശേഷം കയറിപ്പോക്കഴിഞ്ഞപ്പോഴത്തേക്ക് നെവിൻ ചോദിച്ചായിരുന്നു, അത് ഞാനും കേട്ടതാണ്, നിനക്ക് അങ്ങനെ നിന്നാ പോരായിരുന്നു, എന്നാ പിന്നെ നീ കുറച്ച് ദിവസം കൂടെ ഇവിടെ നിൽക്കുമായിരുന്നല്ലോ എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് പിന്നെയും അത് കുഴപ്പമില്ല, നമുക്ക് ഇപ്പോഴും ലവ് ട്രാക്ക് പിടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് നെവിന്റെ കൂടെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത് നമ്മൾ കണ്ടതില്ലയോ? ഈ പറഞ്ഞ ബിൻസി നേരത്തെ ഔട്ടായത് തന്നെ നെവിന് കാര്യമായി. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രാക്ക് ഒക്കെ പിടിച്ചിരുന്നെങ്കിൽ നെവിൻ ആണെങ്കിൽ ഈ ടോപ്പ് 5 പോലും എത്തത്തില്ലായിരുന്നു. നെവിൻ എപ്പോഴേ പുറത്തായേനെ. എന്ന് വെച്ചാൽ ബിൻസിയുടെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം എത്രമാത്രം കണ്ടന്റ് ബിൻസി കൊടുക്കും എന്നുള്ളതും ഈ നെവിൻ കൊടുക്കും എന്നുള്ളതും. നെവിൻ നല്ലൊരു കണ്ടന്റ് മേക്കർ ആണ്, പക്ഷെ ബിൻസിയുടെ കൂടെ ചേർന്ന് കഴിയുമ്പോൾ അതെല്ലാം ഔട്ടായനെ, ഫുള്ള് നെഗറ്റീവായിട്ട് വെളിയിൽ പോത്തുള്ളായിരുന്നു. നേരത്തെ വെളിയിലായനെ. എന്തോ ഭാഗ്യം നെവിൻ അടുത്തില്ല, ലവ് ട്രാക്കും പിടിക്കാൻ പോയില്ല. പിന്നെ ഇതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യമാണ്, അവിടെ ഒറിജിനലായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിൽക്കാൻ കഴിയില്ല എന്നുള്ളത്. അവിടെ ഫേക്കായിട്ട് തന്നെ നിൽക്കണം എന്നാണ് പറയുന്നത്. ഇവരിനി എത്രമാത്രം ഇവര് വെളുപ്പിക്കാൻ നോക്കിയാലും വെളുക്കാത്തൊരു സാധനമാണ് അത്. എന്ന് വെച്ചാൽ ഏത് കണ്ടസ്റ്റൻസ് ആയിക്കോട്ടെ, നിങ്ങൾ എത്ര വലിയ ഡ്രാമ കളിക്കുന്നവരായിക്കോട്ടെ, ഫേക്ക് ആയിക്കോട്ടെ, നിങ്ങൾക്ക് 3 ആഴ്ചയിൽ കൂടുതൽ, കുറഞ്ഞതൊരു 3 ആഴ്ച അതിൽ കൂടുതൽ നിങ്ങൾക്കൊന്നും അവിടെ ഫേക്കായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ എല്ലാം സ്വഭാവം വെളിയിൽ തന്നെ വരും. അങ്ങനെ ഒരുപാട് പേരുടെ സ്വഭാവമൊക്കെ വെളിയിൽ വന്ന് നമ്മൾ കണ്ടതാണ്. അതുപോലെ ആദ്യമൊക്കെ ഞങ്ങൾ പോയപ്പോഴത്തേക്ക് അനീഷാണ് അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളെല്ലാം കൂടിയാണ് അനീഷിനെ വളർത്തിയത് എന്ന് പറയുന്നുണ്ടോ? സംശയം എന്താ? അനീഷ് അവിടെ ഗെയിം കളിക്കാനല്ലേ വന്നത്, അല്ലാതെ അവിടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും കുടുംബം ഉണ്ടാക്കാനും ചേച്ചിയെ ഉണ്ടാക്കാനും ചേട്ടന്മാരെ ഉണ്ടാക്കാനും സഹോദരങ്ങളെ ഉണ്ടാക്കാനും ഒന്നും അല്ല അനീഷ് അവിടെ വന്നത്. അനീഷ് അവിടെ വന്നത് ഗെയിം കളിക്കാനാണ്. അത് അനീഷ് വൃത്തിയായിട്ട് അവിടെ ഗെയിം കളിച്ചു. അതുകൊണ്ടാണ് ജനങ്ങൾ അനീഷിനെ ഇഷ്ടപ്പെട്ടതും അവിടെ നിർത്തിയതും ബിൻസി അവിടെ ഇഷ്ടപ്പെടാതിരുന്നതും ജനങ്ങൾ പുറത്താക്കിയതും. കാരണം എന്താണ്? കണ്ടന്റ് കൊടുത്തില്ല. അനീഷ് മറന്നിട്ടില്ല അനീഷ് ഗെയിം കളിക്കാൻ വന്നാണെന്നുള്ളത്. പക്ഷെ നിങ്ങൾ എല്ലാവരും മറന്നായിരുന്നു നിങ്ങൾ ഗെയിം കളിക്കാനാണ് പോയത് എന്നുള്ളത്. ഞങ്ങൾ റിയൽ ആയിട്ട് നിൽക്കരുത്, ഫേക്കായിട്ട് നിൽക്കുന്നത് പറയാം. നിങ്ങളൊക്കെ എത്രമാത്രം ഫേക്കായിട്ട് നിൽക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. അത് ഏത് കണ്ടസ്റ്റൻസ് ആയിക്കോട്ടെ, ഒരാൾക്ക് 3 ആഴ്ചയിൽ കൂടുതലൊന്നും അവിടെ ഒരു ഫേക്കായിട്ടൊന്നും നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം അവിടെ പോയവരോട് അല്ലെങ്കിൽ മറ്റുള്ള സീസണുകളിൽ പോയവരെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരു പരിധി വരെ നമുക്ക് പറ്റും, അത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം കൺട്രോൾ പോകും. അപ്പൊ എങ്ങനെ ആയാലും റിയൽ ഫേസ് വെളി വരും. അത് കണ്ടിട്ട് ജനങ്ങൾ ഇഷ്ടപ്പെടുകയും ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യത്തുള്ളൂ. ബിൻസി പിന്നെയും ഇവിടെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഒരു ഗെയിമർ ആയിരുന്നു, ഞാൻ നല്ല ഗെയിം കളിച്ചു, എന്റെ നല്ല കണ്ടന്റുകളൊന്നും വെളിയിൽ പോയില്ല, കുറച്ചുകൂടെ ദിവസം കൂടെ നിന്നിരുന്നെങ്കിൽ ഞാൻ ഒന്ന് ഭയങ്കരമായിട്ട് ഗെയിം കളിച്ച് കപ്പൊക്കെ അടിച്ചുകൊണ്ട് വന്നതിന് അല്ലെ ടോപ്പ് 5 എത്തിയേനെ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ആദ്യമേ നമ്മൾ കണ്ടതാണ്, ഒരു ഗെയിം കളിക്കാൻ പോകുന്ന ഒരാൾ ഏത് രീതിയിലാണ് അവിടെ പെർഫോം ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷെ ആ ഒരു രീതിയിലൊന്നും അല്ല അവിടെ ബിൻസി പെരുമാറിക്കൊണ്ടിരുന്നത്. അവിടെ പോയിട്ട് ഇവരെല്ലാം നമ്മളൊക്കെ നാട്ടിൽ പറഞ്ഞില്ലേ കൂട്ടുകുടുംബം എന്ന് പറഞ്ഞിട്ട്, ഇവരെല്ലാം കുറച്ച് പേർ ചേർന്നൊരു കൂട്ടുകുടുംബം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക, അവർ തമാശ പറയുക, ചിരിക്കുക, എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ ഇവരെ മാത്രം എല്ലാവരും കൂടെ ഒന്നായി മറ്റൊരാളെ കോർണർ ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. അത് തന്നെയാണ് ഇവരുടെ എല്ലാം പരാജയത്തിന് കാരണവും. അതിപ്പോഴും ഇവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് മറ്റു വരുന്ന ആൾക്കാരൊക്കെ നമ്മൾ വെൽക്കം ചെയ്യാൻ നിൽക്കുകയാണ്. ആരാണ് അടുത്ത വരുന്നെന്ന് അറിയത്തില്ലല്ലോ, അതിന്റെ എക്സൈറ്റ്മെന്റിൽ. അപ്പൊ പോലും അനീഷ് അവിടെ ചേറിട്ട് ഇങ്ങനെ ഒരു ഇരുത്തങ്ങിരിക്കുകയാണ്. അങ്ങനെ വെറുപ്പിക്കാൻ തുടങ്ങിയ പുള്ളിയാ. പക്ഷെ തിരിച്ചറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എപ്പിസോഡ് ഒന്നും ഞങ്ങളില്ല, അനീഷ് മാത്രമാണല്ലേ. അതെ, എന്റെ അമ്മയൊക്കെ വീട്ടിൽ ചെന്നപ്പോ അമ്മയൊക്കെ തഗ്ഗിന്റെ ആളാണ്. വീട്ടിൽ ചെന്നപ്പോ ചോദിച്ചു മോളെ എവിടെ ആയിരുന്നു, ഞാനാണെ കരഞ്ഞ് വിഷമിച്ച് എവിക്റ്റായി വന്നിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ ഞാൻ ബിഗ് ബോസിൽ പോയതല്ലേ അമ്മ, നിന്നെ കണ്ടതേ ഇല്ല 2 ആഴ്ച. സ്വന്തം അമ്മ തന്നെ പറയുന്നുണ്ട് 2 ആഴ്ച മോളെ കാണാനേ ഇല്ലായിരുന്നു ബിഗ് ബോസിൽ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അമ്മയെല്ലാം നല്ല തഗ്ഗിന്റെ ആളാണെന്നാണ് പറയുന്നത്. സത്യമാണ് കേട്ടോ. ഞാൻ അവരുടെ ഈ ബിൻസിയുടെ അമ്മയുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. അവർ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളും അവർ തമാശ രീതിയിൽ എടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തഗ്ഗടിക്കുന്ന ആളുമാണ്. പക്ഷെ അത് കൃത്യമായിട്ടാണ് അവിടെ ബിൻസിയോട് ചോദിച്ചത്, നീ എവിടെയായിരുന്നു 2 ആഴ്ച, നിന്നെ കാണാനേ ഇല്ലായിരുന്നു എന്നുള്ളത്. സത്യമല്ലേ? ഒരു കണ്ടന്റും കൊടുക്കാതെ എങ്ങനെ കാണും? എപ്പിസോഡിലൊക്കെ എങ്ങനെ കാണും? പക്ഷെ ബിൻസി ഇറങ്ങി വന്ന സമയത്ത് ഇതൊന്നും അല്ലായിരുന്നു അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളെല്ലാം ഔട്ടായത് അനുമോള് കാരണമാണ്, അനുമോളുടെ PR കാരണമാണ്, ഞങ്ങളെ എല്ലാം പുറത്താക്കാൻ കാരണം അനുമോളാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ഷോ ആയിരുന്നു. സ്വന്തം അമ്മ തന്നെ വന്നപ്പോൾ പറയുന്നു, വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു എന്നാണ് പറയുന്നത് നിന്നെ കാണാനേ ഇല്ലായിരുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെ കാണാനില്ലാത്ത ആൾക്ക് എങ്ങനെ ആൾക്കാർ വോട്ട് ചെയ്യും?
അത് എന്തുകൊണ്ട് കാണാനില്ലായിരുന്നു എന്ന് വെച്ചാൽ കണ്ടന്റ് കൊടുക്കാനില്ലായിരുന്നു. അവിടെ പോയിരുന്നോണ്ട് സരികയും ഇവര് കുറച്ച് പേരെല്ലാം കൂടി ഇരുന്നുകൊണ്ട് അവിടെ കഥ പറച്ചിൽ മാത്രമാണ് നടന്നുകൊണ്ടിരുന്നത്. ചിരിയും കളിയും കഥ പറച്ചിലും മാത്രം. ഇവരവിടെ ഗെയിം കളിക്കാൻ പോയെന്നുള്ളത് ഇവര് മറന്നുപോയി. പക്ഷെ അവിടെ ഗെയിം കളിക്കാനാണ് നമ്മൾ വന്നതെന്ന് വിചാരിച്ചു പോയ കുറച്ച് പേരുണ്ടായിരുന്നു. അവരവിടെ കൃത്യമായിട്ട് ഗെയിം കളിക്കുകയും ചെയ്തു, അവിടെ നിൽക്കുകയും ചെയ്തു. ഓക്കെ, ഇതാണ് സംഭവിച്ചത്. എന്തായാലും ഇപ്പൊ കുറച്ചൊക്കെ മാറ്റി പറഞ്ഞിട്ടുണ്ട്. പഴയ ഇന്റർവ്യൂസിൽ നിന്നൊക്കെ ഒരുപാട് മാറി ചിന്തിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴാണ് ചിന്തിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. ഇനിയിപ്പോ അനുമോളെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അനുമോളാണെങ്കിൽ ഒരു കണ്ടന്റും ഇങ്ങോട്ട് തരുന്നുമില്ല. ഇനി നമ്മൾ അനുമോളുടെ പുറകെ പോയിട്ട് കാര്യമില്ല. ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി PR എന്തുവാണെന്നുള്ളതും അനുമോൾ എങ്ങനെയാണ് ജയിച്ചത് എന്നുള്ളതെല്ലാം. എന്നുവെച്ചാൽ വോട്ട് കൊണ്ട് തന്നെയാണ്, ജനങ്ങളുടെ വോട്ട് കൊണ്ട് തന്നെയാണ്, കുടുംബ പ്രേക്ഷകരുടെ വോട്ട് കൊണ്ട് തന്നെയാണ് ജയിച്ചത് എന്നുള്ളത് കൃത്യമായിട്ടൊക്കെ ഇവർക്കെല്ലാം ഇനി മനസ്സിലായിട്ടുണ്ട്. അപ്പം അത് മനസ്സിലായിക്കൊണ്ടാണ് ഈ ഇന്റർവ്യൂവിൽ അനുമോളെ അധികം ടാർഗറ്റ് ചെയ്യുന്നതേ ഇല്ല. സാധാരണ അങ്ങനെ അല്ലായിരുന്നു ഇന്റർവ്യൂസിലൊക്കെ. പലരുടെയും ലൂപ്പിലൊക്കെ വീണിട്ടായിരിക്കും അന്ന് ഇതൊക്കെ പറഞ്ഞേ. ഇപ്പോഴായിരിക്കും കുറച്ചൊക്കെ ചിന്തിക്കാനുള്ള ബോധം ഉണ്ടായെന്ന് തോന്നുന്നു. പക്ഷെ അപ്പോഴും ശൈത്യക്ക് ഇട്ടൊരു കൊട്ടുകൊട്ടുന്നുണ്ട്. കാരണം ശൈത്യയും ബിൻസിയും നല്ല കൂട്ടാണ്. ഇവർ രണ്ടും കൂടെ ചേർന്നുകൊണ്ട് പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ അനുമോളെ കോർണർ ചെയ്തിരുന്നു വെളിയിൽ വന്നതിന് ശേഷവും PR എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പൊ കറക്റ്റ് ആയിട്ട് ശൈത്യ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ശൈത്യ പണം കൊടുത്തിട്ടാണ് അവിടെ നിന്നത്. ആ സമയത്ത് ഞാൻ ഔട്ടായ സമയത്ത് ഔട്ടാകേണ്ടത് ശൈത്യയായിരുന്നു. പക്ഷെ കാശിന്റെ ബലത്തിൽ കാശ് കൊടുത്ത് വോട്ട് മറിച്ചത് കൊണ്ടാണ് ഈ പറയുന്ന ശൈത്യ അവിടെ നിന്നത്. അന്ന് ശൈത്യ അവിടെ പറഞ്ഞിരുന്നല്ലോ, നിന്റെ VR തന്നെയാണ് എന്റെ VR എന്ന് അനുമോളോട് പറഞ്ഞില്ലേ. ആ ഒരു ഇതിൽ കയറി പിടിച്ചിരിക്കുകയാണ്. ഇനി അത് വെച്ച് കുറച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ഓക്കെ, എന്തായാലും നല്ല ബെസ്റ്റ് കൂട്ടുകാരികളാണ്. വിട്ടുകളയരുത്. ബിൻസിയും കൊള്ളാം, ശൈത്യം കൊള്ളാം, എല്ലാരും കൊള്ളാം. ആ തക്കം കിട്ടുമ്പം ഇവരാരാണെങ്കിലും പിന്നിൽ നിന്ന് കുത്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് തെളിയിക്കുന്ന രീതിയിലാണ് ഇപ്പോഴും ബിൻസിയും പറഞ്ഞിരിക്കുന്നത്. ഇവരെല്ലാം അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി എന്തും പറയും, എന്തും ചെയ്യും. അത്രേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.